ഹലോ, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളൊരു കർണാടക പോയിട്ട് ഒരു സ്വൈര്യം ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ ഈ ഒരു സ്ഥലം കൂടെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പരിചയപ്പെടുത്തി തരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളോട് പറയാൻ ഞാനും കൂടുതൽ എക്സൈറ്റഡ് ആണ്. സാധാരണ നമ്മൾ ഈ മൈസൂർ പോകുന്ന സമയത്ത് മൈസൂർ പാലസ്, സൂ, വൃന്ദാവൻ ഗാർഡൻ, പിന്നെ അവിടെയുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രം, സുഗവന, അങ്ങനെ കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ പോകുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അങ്ങനെയുള്ള യാതൊരു സ്ഥലത്തും പോയി നമ്മൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഗുണ്ടൽപേട്ട് പോയപ്പോൾ അവിടുന്ന് നേരെ ചെന്നകേശവ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായില്ലേ, ഞാൻ നേരത്തെ വീഡിയോ ഇട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രം, പക്ഷെ അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതാണ്. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്ന ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴി മസനഗുഡി വഴി ഇറങ്ങി വരാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ വരുന്ന വഴി നഞ്ചൻഗുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നഞ്ചൻഗുഡ് ഒരുപാട് ഫേമസ് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്യാനിരിക്കുകയാണ്, പെട്ടെന്ന് ദക്ഷിണ കാശിന്ന് അവിടെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ജസ്റ്റ് 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ വാരണാസി എന്നറിയപ്പെടുന്ന നഞ്ചൻഗുഡ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അത് അത്രയും ബ്ലെസ്ഡ് ആയിട്ട് തോന്നി. കാരണം പിന്നെ ദക്ഷിണ കാശി എന്നൊക്കെ നമ്മൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്ഷേത്രം മുൻകൂട്ടി പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇതാ നമ്മുടെ മുന്നിൽ എത്തുന്നു, നമ്മളവിടെ പോകുന്നു. അതെനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു പുരാതനമായ ക്ഷേത്രം നിൽക്കുന്നത് നഞ്ചൻഗുഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നഞ്ചുണ്ടേശ്വരൻ്റെ, അതായത് ശിവഭഗവാന്റെ പേരിൽ നിന്നാണ് നഞ്ചൻഗുഡ് എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഇതിനർത്ഥം വിഷം കുടിച്ച ദൈവം എന്നാണ് അത്ര. ഇവിടുത്തെ ഈ കൊത്തുപണികളും വാസ്തുവിദ്യയൊക്കെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അത് കണ്ട് തന്നെ അറിയണം. 19-ാം നൂറ്റാണ്ടിൽ ഗംഗന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 9 നിലകളുള്ളതും 120 അടി ഉയരമുള്ളതുമായ ക്ഷേത്ര ഗോപുരവും അതിൻ്റെ പുറംഭാഗവും മൈസൂർ രാജാവായ കൃഷ്ണരാജ വാര്യരുടെ 3ാമത്തെ പത്നിയായ ദേവരാജ മണ്ണിയാണ് നിർമ്മിച്ചത്. പിന്നീട് ഇതിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ മൈസൂർ ബോഡിയന്മാരും അങ്ങനെയുള്ള മൈസൂർ രാജാക്കന്മാരൊക്കെ ഏറ്റെടുത്ത് ആണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആയത്. ഇവിടുത്തെ ശിവഭഗവാന് രോഗശാന്തിക്കാരൻ എന്നർത്ഥം വരുന്ന നഞ്ചുണ്ടേശ്വരൻ എന്നൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ. ആയിരക്കണക്കിന് ആളുകളാണ് പലയിടങ്ങളിൽ നിന്ന് രോഗശാന്തിക്കായിട്ട് ഇവിടേക്ക് വരുന്നത്. അതേപോലെ തന്നെ അതിനും ഒരു ഐതിഹ്യമുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രാജകീയമായൊരു ആന ഉണ്ടായിരുന്നു അത്രേ. ആ ആനയ്ക്ക് അന്ധത ബാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ പൂർണ്ണയ്യയുടെ ഉപദേശപ്രകാരം ടിപ്പു ആനയെ ഈ ക്ഷേത്രത്തിൽ എത്തിക്കുകയും 48 ദിവസത്തെ ആചാരങ്ങൾക്ക് ശേഷം ആനയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അതിൻ്റെ നന്ദി സൂചകമായിട്ട് ടിപ്പു സുൽത്താൻ ഭഗവാന് മരതകപ്പച്ച ശിവലിംഗം അർപ്പിക്കുകയും ശിവനെ ഹക്കീം നഞ്ചുണ്ട, അതായത് രോഗശാന്തിക്കാരൻ എന്ന് വിളിക്കുകയും ചെയ്തു അത്രേ. അതൊക്കെയാണ് അവിടുത്തെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്നില്ലേ, കുറേ സ്ത്രീകൾ അവിടെ ഇരുന്ന് എന്തോ പുകയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ പൊടി നമ്മളെ കയ്യിൽ തരും, അതിന് പൈസയും വാങ്ങുന്നുണ്ട്. അത് എന്താണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. അത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഒന്നാമത് നമുക്ക് അവിടുത്തെ ഭാഷ അറിയില്ല, അവരെന്താ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവിടെ എന്തൊക്കെയോ പുകച്ചിട്ട്, അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു വല്ല രോഗശാന്തിക്കായിട്ടുള്ള വല്ല പൊടിയാണോ എന്ന് തോന്നുക. കാരണം അവരിങ്ങനെ പറയുന്നുണ്ട് മേല് പൂശാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇതാ നടന്നപ്പോൾ കുറച്ച് കച്ചവടക്കാരൊക്കെ അവിടെ പരിസരം മുഴുവനുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് 2 മാല ഞാൻ വാങ്ങിയേ മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഭക്ഷണം ഉണ്ട്, അന്നദാനം ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ടാവും അത്ര. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അന്നദാന കൗണ്ടറിലേക്ക് പോയി. അവിടുന്ന് പറയുന്നത് കേട്ടു ലാസ്റ്റ് ട്രിപ്പാണെന്നൊക്കെ പറയുന്നത് കേട്ടു. തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഹാള് ഫുള്ളാണ്. അവിടെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ മുമ്പ് മുരുടേശ്വരം ക്ഷേത്രത്തിൽ പോയ സമയത്തും ഇതുപോലെയായിരുന്നു. ഇങ്ങനെ റോളിൽ ഇങ്ങനെ പ്ലേറ്റും സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഒരു രസമാണല്ലോ. അമ്പലത്തിലൊക്കെ ഇതേപോലെ പോയിട്ട് അന്നദാനം കഴിക്കുമ്പോഴൊക്കെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. അങ്ങനെ ഇവിടെ ആദ്യം തന്നത് പ്രസാദമാണ്, പായസമാണ് ആദ്യം തന്നെ തന്നത്. അത് കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷമായി മോൾക്കൊക്കെ. പിന്നെ ഇത് പായസം എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിനി. പക്ഷെ നല്ല ടേസ്റ്റുള്ള എന്താ പറയുക, ശർക്കര പായസമായിരുന്നു. നല്ല ടേസ്റ്റുള്ള കടലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം, നമ്മളവിടെ ഉള്ള മോഡലല്ലാത്ത ഒരു പ്രത്യേക തരം കടലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പായസം. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ, ആ പ്ലേറ്റിൽ തന്നെ അതിൻ്റെ ബാക്കിലാണ് പിന്നെ നമുക്ക് ചോറ് വിളമ്പിയത്. ചോറും
സാമ്പാറുമായിരുന്നു. ചോറെന്ന് പറഞ്ഞാൽ അവരുടെ പൊന്നി അരി പോലത്തെ ഒരു അരിൻ്റെ സാധാ ചോറും വെള്ളം പോലെ ഒരു തരം സാമ്പാറുമായിരുന്നു. അത് അവിടെ തന്നെ കൊണ്ടുവന്ന് വിളമ്പി. അപ്പം ഞങ്ങളതിങ്ങനെ അവിടെ നിന്ന് സദ്യ കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങി ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റുവട്ടത്ത്. വിശാലമായ സ്ഥലം. അവിടെ വലിയ രഥോത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാനിതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ അമ്പലം കാണിക്കുന്ന സമയത്ത് വലിയ ടാർപ്പായിട്ട് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്നത് രഥങ്ങളാണ് കേട്ടോ. രഥോത്സവത്തിന് എടുക്കുന്ന 5 വലിയ രഥങ്ങളുണ്ട് അവിടെ. അതപ്പോൾ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ഇതേപോലെ വലിയൊരു ശിവൻ്റെ പ്രതിമ ഉണ്ട്. എത്ര വലുതാന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അനുഗ്രഹമോ സന്തോഷമൊക്കെയാണ്. അത്രയും വലിയൊരു ശിവഭഗവാന്റെ പ്രതിമ ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വീഴാൻ പോകുന്ന തരത്തിലുള്ള കാറ്റായിരുന്നു അവിടെ. ഇടയ്ക്ക് ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ. ഇടയ്ക്ക് മഴ പെയ്യും, അതേപോലെ കാറ്റും. പിന്നെ അവിടെ അങ്ങനെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു സ്ഥലത്ത് പോകുന്നതും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അത്രയ്ക്ക് സന്തോഷം ഉള്ള ഒരു കാഴ്ചയായിരുന്നു, ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ രാവിലെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭക്ഷണം കഴിച്ചു, പിന്നെ റിലാക്സ് ചെയ്തു. പിന്നെ അവിടെ കുതിരസവാരി ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കുതിരപ്പുറത്ത് കയറി. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി മസനഗുഡി റൂട്ടിൽ പോകുമ്പോൾ വീണ്ടും ഇതുപോലെ കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ എവിടെയും ഇറങ്ങിയില്ല. അങ്ങനെ എൻ്റെ കർണാടക ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. ഒരൊറ്റ വ്ളോഗ് കൂടെ ആയിട്ട് ഞാൻ വീണ്ടും വരും. കാരണം തിരിച്ചു വന്നത് ബന്ദിപ്പൂർ വനത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പം ഇതുവരെയുള്ള എല്ലാം ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബായ്.